ഒരു വാക്യമോ പകുതി വാക്യമോ നാലിലൊന്നോ അതിന്റെ ഒരക്ഷരമോ പഠിക്കാതെ ഒരു ദിവസം പോലും കടന്നുപോകരുത്. ജീവകാരുണ്യത്തിലും പഠനത്തിലും മറ്റു പുണ്യപ്രവൃത്തികളിലും പങ്കെടുക്കാതെയുമല്ല. ചാണക്യൻ കൊല്ലവർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ മീനാക്ഷി എന്ന സാധാരണക്കാരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. പാട്ടും കഥകളും ഇഷ്ടപ്പെട്ടിരുന്ന മീനാക്ഷിക്ക് പഠിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല. വീട്ടുജോലികൾക്കും കൃഷിക്കും ഇടയിൽ പഠിക്കാനുള്ള സമയം കിട്ടാതെയായിരുന്നു. ഒരു നാൾ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു നാടൻ കഥപറയൻ മീനാക്ഷിയുടെ വീട്ടുമുറ്റത്ത് വിശ്രമിച്ചു. കഥകൾ കേട്ട് മയങ്ങിപ്പോയ മീനാക്ഷി അദ്ദേഹത്തോട് തന്റെ അവസ്ഥ പറഞ്ഞു. പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം കിട്ടാത്തതിന്റെ നിരാശ കഥപറയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മകളെ, പഠിക്കാനുള്ള സമയമല്ല പ്രശ്നം. നിന്റെ ഇഷ്ടത്തിന്റെ ശക്തിയാണ് പ്രധാനം. ഒരു ശ്ലോകം പഠിക്കാൻ 1 മണിക്കൂർ വേണ്ട, പക്ഷേ ഒരു വരി പഠിക്കാൻ എത്ര സമയം വേണം?" മീനാക്ഷി ചിന്തിച്ചു. ശരിയാണ്, ഒരു വരി പോലും പഠിച്ചാൽ അത് പഠിച്ചതാണല്ലോ. തുടർന്ന് കഥപറയൻ നളദമയന്തി കഥയിൽ നിന്നുള്ള ഒരു വരി മീനാക്ഷിക്ക് പറഞ്ഞുകൊടുത്തു. വീട്ടുജോലികൾക്കിടയിലും കൃഷിയിലേക്കുള്ള വഴിയിലും ആ വരി മീനാക്ഷി മന്ത്രിച്ചു പഠിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും കഥകളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും കൂടുതൽ വരികൾ അവൾ പഠിച്ചു. കുറച്ചു വർഷങ്ങൾക്കു ശേഷം മീനാക്ഷി ഗ്രാമത്തിലെ പ്രസിദ്ധമായ കഥപറയ്ക്കാരിയായി മാറി. അവളുടെ കഥകളിൽ നിന്ന് ഗ്രാമീണർ ധർമ്മനികതയും ജ്ഞാനവും പഠിച്ചു. വിശദീകരണവും പ്രചോദനവും. ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പഠനത്തിന് സമയമല്ല, താത്പര്യമാണ് പ്രധാനം എന്നാണ്. ചാണക്യനിധിയിൽ നിന്നുള്ള വാക്യമാണ്, "ഒരു ശ്ലോകം, അതിന്റെ പകുതി, അതിന്റെ കാൽപ്പാക്ക്, അല്ലെങ്കിൽ ഒരു അക്ഷരം പോലും പഠിക്കാതെ ഒരു ദിവസം പോലും കടന്നുപോകരുത്." എല്ലാ ദിവസവും കുറച്ച് സമയം പഠിക്കാൻ നീക്കിവെച്ചാൽ കാലക്രമേണ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. പഠനം ജ്ഞാനവും വിവേകവും വർദ്ധിപ്പിക്കുകയും ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ചെറുകഥ, കഥയും പ്രചോദനവും. കേരളത്തിലെ ഒരു മനോഹര ഗ്രാമത്തിൽ ഗോപാലൻ എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. കൃഷി അവന്റെ ജീവിതം. കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിലും ഗോപാലൻ പഠിക്കാനുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പാടത്തെ ജോലികൾക്കിടയിൽ പഠിക്കാനുള്ള സമയം കിട്ടാതെ അവൻ നിരാശപ്പെട്ടു. ഒരു ദിവസം ഗ്രാമത്തിലെ പ്രായം ചെന്ന ഒരു നമ്പൂതിരി ഗോപാലന്റെ പാടത്തുകൂടി നടന്നുവന്നു. ഗോപാലന്റെ വിഷാദം കണ്ട നമ്പൂതിരി അന്വേഷിച്ചു. ഗോപാലൻ തന്റെ പഠിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും സമയക്കുറവിനെക്കുറിച്ചും പറഞ്ഞു. ചിരിച്ചുകൊണ്ട് നമ്പൂതിരി പറഞ്ഞു, "മകനെ, പഠനത്തിന് സമയമല്ല പ്രധാനം, നിന്റെ തീരുമാനമാണ്. നീ ഒരു ഗ്രന്ഥം മുഴുവൻ വായിക്കാൻ കാത്തിരിക്കണം. ഒരു ശ്ലോകം, അതിന്റെ പകുതി, അതിന്റെ കാൽപ്പാക്ക്, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും പഠിച്ചാൽ അത് നിന്റെ അറിവിന്റെ കൂട്ടാണ്." ഗോപാലൻ കാര്യം മനസ്സിലായി. അന്നു മുതൽ ഗോപാലൻ പാടത്തെ ജോലികൾക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. മരങ്ങളുടെ പേരുകൾ, പക്ഷികളുടെ ശബ്ദങ്ങൾ, കൃഷിത്തൊഴിൽ പഴമൊഴികൾ, ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവൻ പഠിച്ചുകൂട്ടി. വൈകുന്നേരങ്ങളിൽ നമ്പൂതിരിയുടെ ഇല്ലത്തു ചെന്ന് സംശയങ്ങൾ തീർക്കാനും അവസരം കിട്ടി. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗോപാലൻ ഗ്രാമത്തിലെ ഏറ്റവും അറിവുള്ള കൃഷിക്കാരനായി മാറി. മണ്ണിന്റെ സ്വഭാവം, വിത്തുകളുടെ ഗുണങ്ങൾ, സസ്യങ്ങളുടെ രോഗങ്ങൾ, ഇങ്ങനെ കൃഷിയുടെ എല്ലാ തന്ത്രങ്ങളും അവന് അറിയാമായിരുന്നു. കൂടാതെ പ്രകൃതിയെക്കുറിച്ചും സസ്യജാലങ്ങളെക്കുറിച്ചുമുള്ള അറിവ് ഗ്രാമത്തിലെ മറ്റു കർഷകർക്കും പകർന്നു നൽകി. പ്രചോദനം: എല്ലാ ദിവസവും കുറച്ച് പഠിക്കുക. നമ്മുടെ തിരക്കുള്ള ജീവിതത്തിലും പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് പ്രധാനം. സ്വന്തം താൽപ്പര്യങ്ങൾ തിരിച്ചറിയുക. എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുക. അത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ രസകരമാക്കും. അറിവ് പങ്കുവയ്ക്കുക. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.